എന്റെ പേര് രാധൻ പറയാല്. ഞാൻ തവഞ്ഞാൽ പഞ്ചായത്തിന്റെ 4-ാം വാർഡിൽ വരയാൽ സ്കൂളിന് സമീപം താമസിക്കുന്ന മാനന്തവാടി താലൂക്കാണ് എന്റേത്. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അനാധികൃതമായി ഫണ്ട് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് റോട്ടിൽ പൈപ്പിട്ട് മൂടിയിട്ട് വെള്ളം കയറി എന്റെ വീട്ടിൽ ശല്യമാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഗവൺമെന്റ് പഞ്ചായത്ത് താൻ തുടങ്ങിയിട്ട് അങ്ങ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിന്റെ ഓഫീസിൽ വരെ പരാതി കൊടുത്തു. അവസാനമായിട്ട് 16/8/2024 ജില്ലാ ദുരന്ത നിവാരണ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് അവരൊന്ന് വിളിക്കുക അന്വേഷിക്കുക ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ വെള്ളം കയറുന്നുണ്ട്. എനിക്കും എന്റെ കുടുംബത്തിനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പഞ്ചായത്ത് ഫണ്ട് ഭാഗമായിട്ട് ചെലവാക്കിയതിന്റെ രേഖയാണ് ഈ കാണുന്നത്. 46,500 രൂപ. നിലവിൽ വീരാസന് വേറെ മറുപടി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ പഞ്ചായത്ത് റോഡ് അവിടെ തുടങ്ങുന്നു എന്ന എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയതാണ്. ഈ ഇങ്ങനെ ഒരു റോഡില്ല, പിന്നെ അങ്ങനെ ജനങ്ങൾ താമസിക്കാത്ത റോഡാണ് എന്ന് എനിക്ക്. അത് നിലവിൽ തോടാണ്. ജില്ലാ ദുരന്ത നിവാരണ നിയമപ്രകാരം 32-34 ചെയ്യാൻ പറ്റാത്ത കുറ്റാണ് ചെയ്തിട്ടുള്ളത്. തോടിന് ഫണ്ട് വിനിയോഗിക്കാൻ പാടില്ല അവര്. പക്ഷെ തോടെന്ന പേരിൽ റോഡിനെ മാറ്റി റോഡാക്കുകയാണ്, തോടിനെ നികത്തി റോഡാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് തികച്ചും സ്വകാര്യ വ്യക്തിയെ സഹായിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ വാർഡ് മെമ്പറും. ഈ റോഡിൽ അതായത് മേലെ AKT എസ്റ്റേറ്റ് ഫോറസ്റ്റിന് കുത്തി വലിച്ചിരുന്ന കലിങ്കിലൂടെയാണ് ഈ വെള്ളം വന്നുകൊണ്ടിരുന്നത്. ആ കലിങ്ങിന്റെ അടിയിലാണ് ഇവർ ഈ ചാലിൽ പൈപ്പിട്ട് മൂടിയിട്ടുള്ളത്. അങ്ങനെ ചാലിൽ പൈപ്പിട്ട് മൂടിയിട്ടുള്ളത്. അതുകൊണ്ട് അധികം ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം എന്റെ വീട്ടിലേക്കാണ് കുത്തി ഒലിച്ച് വരുന്നത്. 2 രീതിയിലും വരുന്നത്. ഇതിലേ വരുന്നുണ്ട്, അപ്പുറത്തെ റോഡേ ഒലിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു മഴയ്ക്ക് വീഡിയോ സഹിതം പഞ്ചായത്ത് സെക്രട്ടറി മനോജിനെ ഞാൻ അയച്ചു കൊടുത്തു, അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്താണ്. ഇതേ കാരണം ഉന്നയിച്ച് 2021 ഇതിന് മുന്നിരുന്ന സെക്രട്ടറി ജയരാജന് ഞാൻ ഇതിന്റെ കോപ്പികൾ അയച്ചു കൊടുത്തു. ഇവരാരും ഒരു നടപടി എടുത്തിട്ടില്ല. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും പരാതി കൊടുത്തു, പക്ഷെ അവർ നടപടി എടുത്തിട്ടില്ല. ഈ വഴിയാണ് വന്നു വരുന്നത്. അതായത് എനിക്കിപ്പോ ഈ കാണുന്ന വഴി ഇപ്പൊ വെള്ളം ഒഴിയിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. വെള്ളം കുത്തി ഒലിച്ച് വന്നിട്ട് മഴക്കാലത്ത് മുഴുവൻ വെള്ളം മുഴുവൻ കുത്തി ഈ ചാലിൽ പൈപ്പിട്ടതിന് ശേഷം മുഴുവൻ വെള്ളം കുത്തി ഒലിച്ച് ഈ വഴിക്കാണ് വരുന്നത്. ഒരു മഴ പെയ്ത് എന്റെ വീട്ടിലെ അവസ്ഥ ഇതാണ്. മുന്നിലായി കാണുന്ന ഈ കൊട്ടൂർ ഫോറസ്റ്റും ഈ AKT എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിൽ വരുന്ന വെള്ളം ഇതിൽ ഉൾക്കൊള്ളാതെ വരുന്നത്. ഇത് തൊട്ട് താഴെ പൈപ്പ് ഇടുന്നതുകൊണ്ട് പൈപ്പ് അടഞ്ഞിട്ട് വെള്ളം ഉൾക്കൊള്ളാതെ വരുന്നതുകൊണ്ട് കുത്തി ഒലിച്ച് ഈ വെള്ളം റോഡ് ഓവർഫ്ലോ ചെയ്തിട്ടാണ് എന്റെ വീട്ടിലേക്ക് വന്ന് ശല്യം ഉണ്ടാവുന്നത്. അതായത് ഈ തോട്ടിൽ പൈപ്പ് സ്വകാര്യ വ്യക്തി ഇടുന്നവരെ എനിക്ക് ബുദ്ധിമുട്ടില്ല, പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി.